ഹായ്, ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ട് ലില്ലി ഫ്ലവർ മേക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിന് വേണ്ടി എടുക്കുന്നത് 4 പ്ലേ ആണ്. ഒരു ഒലിവ് ഗ്രീൻ ആണ് ഞാൻ ഇതിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ 2.5 ഹൂക്ക് സൈസ് ഹൂക്കാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് മസ്റ്റായിട്ടും വേണ്ടത് ഒരു വയറാണ്. ദെൻ സ്റ്റിച്ച് മാർക്കേഴ്സും വേണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു സ്ലിപ്പ് നോട്ട് ഇടാം. ഓക്കെ, സ്ലിപ്പ് നോട്ട് ഇട്ടു. പിന്നെ ടോട്ടൽ ഒരു 23 ചെയിനോളം നമുക്ക് ഈ ലീഫിന് വേണം. അപ്പോൾ ഓൾറെഡി നമ്മൾ പെറ്റൽസ് ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പാർട്ടായിട്ട്. സെക്കൻഡ് പാർട്ടിൽ മെയിനായിട്ടും ലീഫ് മേക്ക് ചെയ്യുന്നതാണ്. ദെൻ നമ്മൾ ഫ്ലവർ അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ആണ്. ദെൻ ലാസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സ്റ്റിച്ച് മാർക്കർ ഇടണം. പിന്നെ നമ്മൾ ദെൻ നെക്സ്റ്റ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ ചെയ്യാം. ദെൻ നെക്സ്റ്റ് 2 സ്റ്റിച്ചിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ വീതം ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത് സെക്കൻഡ് ഹാഫ് ഡബിൾ ക്രോഷയാണ്. ദെൻ നെക്സ്റ്റ് 12 സ്റ്റിച്ചിൽ ഓരോ ഡബിൾ ക്രോഷ വീതം ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റിച്ചൊക്കെ ഞാനിതിൽ ചെയ്ത് കാണിക്കുന്നുള്ളൂ, നമുക്ക് അത്ര ലോങ് ആക്കണ്ടെന്ന് ഓർത്തിട്ടാണ് വീഡിയോ. നെക്സ്റ്റ് ഒരു ചേഞ്ച് ഹാഫ് ഡബിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഓൾറെഡി ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ 1 ചേഞ്ച് ഹാഫ് ഡബിൾ ക്രോഷ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് ചെയ്യാം. നെക്സ്റ്റ് 3 ഹാഫ് ഡബിൾ ക്രോഷ, അതായത് ഓരോ സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ വീതം, ടോട്ടൽ 3 സ്റ്റിച്ചിൽ. നെക്സ്റ്റ് 2 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ വീതം. നെക്സ്റ്റ് ഇത് ലാസ്റ്റ് സ്റ്റിച്ചാണ് ആ റോയിലെ. ആ ലാസ്റ്റ് സ്റ്റിച്ചിൽ സ്റ്റിച്ച് മാർക്കർ ഊരിയിട്ട് ഒരു സിംഗിൾ ക്രോഷ ഇട്ടതിന് ശേഷം അതിൽ തന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് ഇടാം. ദെൻ ആ മാർക്കർ സ്റ്റിച്ചിൽ നേരത്തെ ചെയ്ത സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ കൂടി ചെയ്യണം. ഇനി അപ്പുറം വശത്ത് 2 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ വീതം ചെയ്യണം. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ചിൽ 3 സ്റ്റിച്ചിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ വീതം ചെയ്യണം. ദെൻ നെക്സ്റ്റ് ഒരു സ്റ്റിച്ചിൽ 1 ചേഞ്ച് ഹാഫ് ഡബിൾ ക്രോഷ ചെയ്യണം. ദെൻ 12 സ്റ്റിച്ചിൽ ഓരോ ഡബിൾ ക്രോഷ വീതം ചെയ്യണം. ഇനി നെക്സ്റ്റ് 2 സ്റ്റിച്ചിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ വീതം ചെയ്യണം. ഇനി നെക്സ്റ്റ് ഒരു സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ ചെയ്യാം. ദെൻ ഈ സെക്ഷനിൽ ഒരു സ്റ്റിച്ച് ഉണ്ട്, ആ മാർക്കർ ഊരിയതിന് ശേഷം ഒരു സിംഗിൾ ക്രോഷ. അത് കഴിഞ്ഞൊരു ചെയിൻ സ്റ്റിച്ച് ഇടാം. അത് കഴിയുമ്പോൾ ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ അതിൽ കൂടെ വയർ അറ്റാച്ച് ചെയ്യാം നമുക്ക്. ദെൻ ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ കൂടി ചെയ്യാം. അത് കഴിയുമ്പോൾ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി ആ വയർ വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ഫുൾ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് 2 സ്റ്റിച്ചിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ വീതം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് വയർ വെച്ച് ചെയ്യുന്നതെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ബട്ട് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്കത് സിമ്പിളാണ്. അപ്പോൾ അതൊറ്റയടിക്ക് നിർത്തരുത്. അടുത്ത ഒരു സ്റ്റിച്ചിൽ 1 ചേഞ്ച് ഹാഫ് ഡബിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. 1 ചേഞ്ച് ഹാഫ് ഡബിൾ ക്രോഷ നമുക്ക് ഇതുപോലെ ചെയ്യാം. ഇനി അടുത്ത 2 സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ വീതം ചെയ്യാം. സെയിം സ്റ്റിച്ചിൽ തന്നെ 2 ഡബിൾ ക്രോഷ, ടോട്ടൽ 2 സ്റ്റിച്ച്. ഈ നെക്സ്റ്റ് 8 സ്റ്റിച്ചിൽ ഓരോ ഡബിൾ ക്രോഷ വീതം ചെയ്യണം. ദെൻ നെക്സ്റ്റ് സ്റ്റിച്ച് 1 ചേഞ്ച് ഹാഫ് ഡബിൾ ക്രോഷയാണ്. പിന്നെ 4 സ്റ്റിച്ചിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ വീതം. പിന്നെ നെക്സ്റ്റ് വരുന്ന 3 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ. ഇനി സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ കൊടുക്കുക. അത് ഇൻസൈഡ് ഹൂക്കിംഗ് ഫ്രണ്ട് ലൂപ്പിലാണ് സിംഗിൾ ക്രോഷ കൊടുക്കേണ്ടത്. ഇനി നമുക്ക് പീകോക്ക് സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് 2 ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം. ദെൻ ആ ചെയ്തതിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷയും കൂടെ ചെയ്യണം, ആ സെയിം സ്റ്റിച്ചിൽ തന്നെ. ഇതുപോലെയാണ് പീകോക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്, ഈ വീഡിയോയിൽ കാണുന്ന പോലെ. ദെൻ 3 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ വീതം ചെയ്യണം. ഇനി 4 സ്റ്റിച്ചിൽ ഇനി നെക്സ്റ്റ് വരുന്ന 4 സ്റ്റിച്ചിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ വീതം ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് 1 ചേഞ്ച് ഹാഫ് ഡബിൾ ക്രോഷ ചെയ്യണം ഒരു സ്റ്റിച്ചിൽ. ഈ നെക്സ്റ്റ് 8 സ്റ്റിച്ചിൽ ഓരോ ഡബിൾ ക്രോഷ വീതം ചെയ്യണം, ടോട്ടൽ 8 സ്റ്റിച്ച്. നെക്സ്റ്റ് 2 ഡബിൾ ക്രോഷ ഇൻ സെയിം സ്റ്റിച്ച് 2 ടൈംസ്, അതായത് ഓരോ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ വീതം. നെക്സ്റ്റ് 1 സ്റ്റിച്ചിൽ 1 ചേഞ്ച് ഹാഫ് ഡബിൾ ക്രോഷ ചെയ്യണം. അത് കഴിഞ്ഞ് 2 സ്റ്റിച്ചിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ വീതം, ടോട്ടൽ 2 സ്റ്റിച്ച്. ഓക്കെ, ഇനി ലാസ്റ്റ് 2 സ്റ്റിച്ച് ഉണ്ടാവും, അതിൽ ഓരോ സിംഗിൾ ക്രോഷ വീതം ചെയ്യുക. ദെൻ സ്ലിപ്പ് സ്റ്റിച്ച് ആൻഡ് ചെയിൻ 1 ചെയ്തതിന് ശേഷം യാൺ കട്ട് ചെയ്യാം. അതോടുകൂടി നമ്മുടെ ലീഫ് സെറ്റ് ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ലീഫ് ആവശ്യമുള്ളൂ. പിന്നെ നമ്മുടെ ലില്ലി ഫ്ലവറിന് 6 പെറ്റൽസ് ആണ് ടോട്ടൽ വേണ്ടത്. ഓൾറെഡി നമ്മൾ 6 പെറ്റൽസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണുക. ദെൻ ഇത് ജസ്റ്റ്